നമ്മൾ ഇന്ന് അങ്ങനെയാണ് പറയുന്നത്, അയ്യോ പണ്ട് ഒത്തിരി പട്ടിണിയായിരുന്നു, ഇപ്പോൾ സമ്പത്തൊക്കെ ആയി, ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്. അത്ഭുതം നീ സമ്പന്നനാകുന്നതല്ല. ചിലർ പറയും ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. അപ്പം നമ്മൾ ചോദിക്കും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അതിനും എന്നെ കിട്ടൂല. സമ്പന്നനായി കഴിഞ്ഞിട്ടും നീ നീതിയോടെ ജീവിക്കുന്നതാണ് ശരിക്കുമുള്ള അത്ഭുതം. നമ്മുടെ സമ്പത്ത് നമ്മളെ വഷളാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് നീ ആരാധനയിലേക്ക് തിരിയുന്നുണ്ടോ. ഇങ്ങനൊരു വാക്യം ഓർത്തു വെച്ചേക്കണേ, എന്ന് ദൈവാരാധനയ്ക്ക് മുകളിൽ നീ നിന്റെ സമ്പത്തിനെ വെക്കുന്നോ അന്ന് തൊട്ട് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അപകടം വിതയ്ക്കാൻ തുടങ്ങാൻ പോവുകയാണ്. പണം ഭരിച്ചു തുടങ്ങുമ്പോൾ when money becomes the master, faith becomes merchandise. സ്വത്തിന്റെ പകുതി ദരിദ്രർക്കെന്ന് പറയുമ്പോൾ അത് കരുണയാണ്. വഞ്ചിച്ചെടുത്തത് 1/4 ഇരട്ടി തിരികെ എന്ന് പറയുമ്പോൾ അത് നീതിയാണ്. പണസഞ്ചിയെ തൊടാത്ത, നമ്മുടെ സമ്പത്തിന്റെ മേഖലയെ തൊടാത്ത മാനസാന്തരങ്ങൾ ജനുവിനാണോ എന്ന് സംശയിക്കണം. ഉള്ളത് പങ്കുവെക്കാത്തവൻ അപരനിൽ നിന്ന് കവർന്നെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു. നമുക്ക് ഒത്തിരി പേർക്ക് പറ്റിയതാണ്. കരങ്ങളിൽ സമ്പത്തിരുന്ന കാലത്ത് കുഴപ്പമില്ലായിരുന്നു. എന്നാ സമ്പത്ത് ഹൃദയത്തിൽ ഇടം പിടിച്ചോ അന്നാണ് നമ്മൾ ഇടറി തുടങ്ങിയത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 22 ഞായർ, നോമ്പ് കാലത്തിൻ്റെ 2ാം ഞായർ. ബ്ലസ് 364 മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ബ്ലസ് 364 എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ ഇപ്പം നമുക്ക് മാർഗം സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പുകാല ധ്യാനം, യൗസപിതാവിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. അതിനോട് ചേർന്ന് മാർഗത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇടയ്ക്ക് വരുന്നു. ഉപവാസത്തെക്കുറിച്ചുള്ളത് വന്നു. നിങ്ങളതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ചയെങ്കിലും ബ്ലസ് 364 മുടക്കരുതല്ലോ എന്നോർത്താണ് ഇത് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും ബ്ലസ് 364 ഉണ്ടാകും. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഇടദിവസങ്ങളിലും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓസ്ട്രേലിയയിൽ ധ്യാനങ്ങളിലാണ്, പല പള്ളികളിലായിട്ട് ധ്യാനങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവിടുത്തെ ശുശ്രൂഷകളെ ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോസ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്നത്തെ 4 വായനകൾ. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2ാം വായന പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം 1 തിമോത്തി 6-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ 4 വായനകളെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയം സമ്പത്താണ്, ധനം ആണ്. സമ്പത്തിൻ്റെ ഉപയോഗം, സമ്പത്തിനോട് നാം എടുക്കേണ്ട നിലപാട് ഒക്കെയാണ് ചർച്ചയാകുന്നത്. ബൈബിളിലെങ്ങും സമ്പത്ത് അതിൽ തന്നെ പാപമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അതിനോട് നമ്മൾ പുലർത്തുന്ന ബന്ധമാണ് അതിലെ പാപത്തിൻ്റെ ഘടകം. അപ്പം സമ്പത്ത് അതിൽ തന്നെ പാപമാകണമെന്നില്ല. ഈ 4 വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നേരെ വയ്ക്കപ്പെടുന്നൊരു ചോദ്യമുണ്ട്. ഡസ് വെൽത്ത് പൊസസ് അസ് ഓർ വി പൊസസ് വെൽത്ത് ഇൻ ഫ്രീഡം ബിഫോർ ഗോഡ്? സമ്പത്ത് നമ്മെ സ്വന്തമാക്കിയിരിക്കുകയാണോ അതോ ദൈവവുമായുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്യുകയാണോ? ദൈവവുമായുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്താൽ അതിൽ തെറ്റില്ല, അതിൽ പാപമില്ല. അതേസമയം സമ്പത്ത് തന്നെ നമ്മളെ ഓൺ ചെയ്യാൻ തുടങ്ങിയാലോ, പൊസസ് ചെയ്യാൻ തുടങ്ങിയാലോ അത് പാപമായിട്ട് മാറും. 4 വായനകളിലൂടെ യാത്ര ചെയ്യാം. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം. അബ്രാഹത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അബ്രാഹം സമ്പന്നനാണ്. നിങ്ങൾ ഈ ഭാഗം സമയം പോലെ എടുത്ത് വായിക്കണം. ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി നീട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് കുറച്ച്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സമ്പന്നനായ അബ്രാഹത്തെയാണ്. കർത്താവ് വിളിച്ച് ചേർത്ത് അവിടുന്ന് ഇഷ്ടംപോലെ സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ടായിരുന്ന കന്നുകാലികളും ഒക്കെയുള്ള സമ്പന്നനായ അബ്രാഹം. പക്ഷേ അബ്രാഹത്തിനെ സംബന്ധിച്ച് അബ്രാഹം ഈ സമ്പത്തിനോട് പുലർത്തുന്ന നിലപാട് ഇത് ദൈവാനുഗ്രഹമായിട്ടാണ്, ദൈവം തന്നതായിട്ടാണ്. അതായത് ഏബ്രഹാം ഈസ് എൻജോയിങ് വെൽത്ത് വിത്തൗട്ട് ബോണ്ടേജ്. അടിമത്തമില്ലാത്ത സമ്പത്താണ് അബ്രാഹം അനുഭവിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് അബ്രാഹത്തിന് ആ സമ്പത്തിൻ്റെ മധ്യേയും സമ്പന്നനായി ജീവിക്കുമ്പോഴും എങ്ങോട്ട് തിരിയാൻ പറ്റുന്നത്? ആരാധനയിലേക്ക്. 4-ാമത്തെ വാക്യം, ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അതായത് വർഷിപ്പിലേക്ക്, ആരാധനയിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ സമ്പത്ത് നമ്മളെ വഷളാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ്, ക്രൈറ്റീരിയ, മാനദണ്ഡം, സമ്പന്നൻ നിന്റെ സമ്പത്തിലും നീ ആരാധനയിലേക്ക് തിരിയുന്നുണ്ടോ? ഇങ്ങനൊരു വാക്യം ഓർത്തു വച്ചേക്കണേ. വെൽത്ത് ഈസ് സേഫ് വെൻ ഇറ്റ് റിമെയിൻസ് സബോർഡിനേറ്റ് ടു വർഷിപ്പ്. വെൽത്ത് ഈസ് സേഫ് വെൻ ഇറ്റ് റിമെയിൻസ് സബോർഡിനേറ്റ് ടു വർഷിപ്പ്. ആരാധനയ്ക്ക് കീഴെ, ആരാധനയുടെ ചുവടെ നീ വെക്കുന്നിടത്തോളം സമ്പത്ത് സുരക്ഷിതമാണ്. എന്ന് ദൈവാരാധനയ്ക്ക് മുകളിൽ നീ നിന്റെ സമ്പത്തിനെ വെക്കുന്നോ, അന്ന് തൊട്ട് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അപകടം വിതയ്ക്കാൻ തുടങ്ങാൻ പോവുകയാണ്. വെൽത്ത് ഈസ് സേഫ് വെൻ ഇറ്റ് റിമെയിൻസ് സബോർഡിനേറ്റ് ടു വർഷിപ്പ്. ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇന്ന് വായിക്കേണ്ടത് ഈ പ്രഭാഷകന്റെ പുസ്തകമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അബ്രാം എന്താണോ ചെയ്തത് അതിന് വിപരീതമായ കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താ അത്? അതായത് സമ്പത്തിൽ ലയിച്ചു പോയ, സമ്പത്തിൽ അഭിരമിക്കുന്നവന് സംഭവിക്കുന്ന അപകടം, ഉറക്കമില്ലാത്ത രാത്രികൾ അവനെ തേടിപ്പോകുന്നു. അതിനെക്കുറിച്ചുള്ള സൂചന, ഉറക്കമില്ലാത്ത രാത്രികൾ അവനെ തേടി വരുന്നു. അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ. അതായത് അത് മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത്ഭുതം സമ്പന്നനാകുന്നതല്ല. നമ്മളിന്ന് അങ്ങനെയാണ് പറയുന്നത്, അയ്യോ പണ്ട് ഒത്തിരി പട്ടിണിയായിരുന്നു, ഇപ്പോൾ സമ്പത്തൊക്കെ ആയി, ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്. അത്ഭുതം നീ സമ്പന്നനാകുന്നതല്ല, സമ്പന്നനായി കഴിഞ്ഞിട്ടും നീ നീതിയോടെ ജീവിക്കുന്നതാണ് ശരിക്കുമുള്ള അത്ഭുതം. സമ്പന്നനാകുന്നതല്ല അത്ഭുതം, സമ്പന്നനായി കഴിഞ്ഞും നീതിയുള്ളവനായി, ജസ്റ്റ്ഫുള്ളായി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അത്ഭുതമെന്ന് പ്രഭാഷകന്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. തിമോത്തിയോസിനുള്ള ലേഖനം, 1-ാം ലേഖനം 6-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പൗലോസ്ലീഹ ധനമോഹത്തെ, ധനത്തെയല്ല, ശ്രദ്ധിക്കണം, ധനത്തെയല്ല, സമ്പത്തിനെ അതിൽ തന്നെയല്ല, മറിച്ച് ധനത്തോടുള്ള നമ്മുടെ ആഗ്രഹത്തെ, ധനമോഹത്തെ, ഡിസയറിനെ, നമ്മുടെ ഗ്രീഡിനെ റൂട്ട് സിന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് അടിസ്ഥാന പാപമാണെന്ന്, അത് ഗൗരവമുള്ള വേര് പോലത്തെ പാപമാണ്. അതുകൊണ്ടല്ലേ കത്തോലിക്ക സഭയുടെ പഠിപ്പീരിൽ മൂലപാപങ്ങളുടെ ലിസ്റ്റിൽ 7 എന്ത് വരുന്നത്? ദ്രവ്യാഗ്രഹം വരുന്നത്, ഗ്രീഡ്, ധനമോഹം പാപമാണ് എന്ന് ഓർക്കണം. അതായത് വെൻ മണി ബിക്കംസ് ദ മാസ്റ്റർ, ഫെയ്ത്ത് ബിക്കംസ് മെർച്ചൻറ്റൈസ്. അതിൻ്റെ സൂചന കിടപ്പുണ്ട്, നിങ്ങൾ ആ ലേഖന ഭാഗം വായിച്ചാൽ മനസ്സിലാകും. പണം ഭരിച്ചു തുടങ്ങുമ്പോൾ വെൻ മണി ബിക്കംസ് ദ മാസ്റ്റർ, ഫെയ്ത്ത് ബിക്കംസ് മെർച്ചൻറ്റൈസ്. പണം ഭരിച്ചു തുടങ്ങുമ്പോൾ വിശ്വാസം കച്ചവടമായി തുടങ്ങും. അത് നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ, ആത്മീയ അഭ്യാസങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടങ്ങളിൽ, ഭക്തിയുടെ ഇടങ്ങളിൽ ഒക്കെ ഇത് സംഭവിക്കും. വെൻ മണി ബിക്കംസ് ദ മാസ്റ്റർ, ഫെയ്ത്ത് ബിക്കംസ് മെർച്ചൻറ്റൈസ്. പണം ഭരിച്ചു തുടങ്ങുമ്പോൾ വിശ്വാസം കച്ചവടമാകും. അതിൻ്റെ അപകടം മുൻപേറ് പൗലോസ്ലീഹ ഈ പുസ്തകത്തിൽ, തിമോത്തിയോസിനുള്ള പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലും വീണ്ടും സമ്പത്ത് തന്നെയാണ് വിഷയം. സക്കേബൂസിൻ്റെ മാനസാന്തരമാണ്, ഫ്രം പൊസഷൻ ടു കൺവേർഷൻ. അതാണ് സക്കേബൂസിൻ്റെ യാത്ര. പൊസഷൻ, ഇങ്ങനെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് മാറുകയാണ്, ഫ്രം പൊസഷൻ ടു കൺവേർഷൻ. ആ കൺവേർഷൻ്റെ പ്രത്യേകത എന്നറിയാമോ പ്രിയമുള്ളവരെ? ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും തരാം. സക്കേബൂസിൻ്റെ കൺവേർഷനിൽ 2 കാര്യങ്ങളാണ് എടുത്തു നിൽക്കുന്നത്. ആ 2 കാര്യങ്ങളാണ് സാമ്പത്തിക മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? 1, സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക്. 2, വഞ്ചിച്ചെടുത്തത് 1ന് 4 ഇരട്ടിയായി തിരികെ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് 2 നിലപാടുകളാണ്. ഈ 2 നിലപാടുകൾ സമ്പത്തുമായി ബന്ധപ്പെടുത്തി നമ്മൾ പുലർത്തേണ്ട 2 നിലപാടുകളാണ്. സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്കെന്ന് പറയുമ്പോൾ അത് കരുണയാണ്, കരുണ. വഞ്ചിച്ചെടുത്തത് 1ന് 4 ഇരട്ടി തിരികെ എന്ന് പറയുമ്പോൾ അത് നീതിയാണ്.
അപ്പം കരുണയും നീതിയുമാണ് സമ്പത്തിൻ്റെ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നർത്ഥം. ഇതിനെക്കുറിച്ചുള്ളൊരു വാക്യം ഇങ്ങനെയാണ്: ട്രൂ കൺവേർഷൻ ഓൾവേസ് ടച്ചസ് ദ വാലറ്റ്. ട്രൂ കൺവേർഷൻ ഓൾവേസ് ടച്ചസ് ദ വാലറ്റ്. യഥാർത്ഥ മാനസാന്തരം നിങ്ങളുടെ പണസഞ്ചിയെ തൊടുമെന്ന്. യഥാർത്ഥ മനസാന്തരം നിങ്ങളുടെ പണസഞ്ചിയെ തൊടും. പണസഞ്ചിയെ തൊടാത്ത, നമ്മുടെ സമ്പത്തിൻ്റെ മേഖലയെ തൊടാത്ത മാനസാന്തരങ്ങൾ ജെനുവിനാണോ എന്ന് സംശയിക്കണം. ട്രൂ കൺവേർഷൻ ഓൾവേസ് ടച്ചസ് ദ വാലറ്റ്. സമ്പത്തുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്നത്തെ 4 വായനകൾ. സമ്പത്തിലും വിശ്വാസം കാസൂക്ഷിക്കുന്ന അബ്രാഹാം, സമ്പത്തിലും എങ്ങനെ സമഗ്രതയോടെ ഇൻറ്റഗ്രിറ്റിയോടെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകം, സമ്പത്ത് എങ്ങനെ അപകടമാകാമെന്ന് ഓർമ്മിപ്പിക്കുന്ന പൗലോസ്ലീഹ, ലൂക്കാസ് സുവിശേഷത്തിൽ സമ്പത്തിൽ എങ്ങനെയാണ് മാനസാന്തരത്തിലേക്ക് വരേണ്ടതെന്ന് സക്കേവൂസിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നു. സഭാപിതാക്കന്മാരും ഇതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റോം പറയുന്നത് നോട്ട് ടു ഷെയർ വൺസ് വെൽത്ത് ഈസ് ടു സ്റ്റീൽ ഫ്രം അതേഴ്സ് എന്നാണ്. നമ്മുടെ സ്വത്ത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാതിരിക്കുക എന്നത് അവനെ മോഷ്ടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലർ പറയും ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. അപ്പം നമ്മൾ ചോദിക്കും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അതിന് എന്നെ കിട്ടൂല. നോട്ട് ടു ഷെയർ യുവർ വെൽത്ത് മീൻസ് യു ആർ സ്റ്റീലിംഗ് ഫ്രം അതേഴ്സ്. ഉള്ളത് പങ്കുവയ്ക്കാത്തവൻ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് ലെറ്റ് റിച്ചസ് ബി ഇൻ യുവർ ഹാൻഡ് നോട്ട് ഇൻ യുവർ ഹാർട്ട്. സമ്പത്ത് നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കരുത്. നമുക്ക് ഒത്തിരി പേർക്ക് പറ്റിയതാണ്. കരങ്ങളിൽ സമ്പത്തിരുന്ന കാലത്ത് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ സമ്പത്ത് ഹൃദയത്തിൽ ഇടം പിടിച്ചോ അന്നാണ് നമ്മൾ ഇടറി തുടങ്ങിയത്. ലെറ്റ് റിച്ചസ് ബി ഇൻ യുവർ ഹാൻഡ് നോട്ട് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിൽ ദൈവത്തിനല്ലാതെ മറ്റൊന്നിന് ഇടം കൊടുക്കരുത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2544 പറയുന്നുണ്ട്, അറ്റാച്ച്മെൻറ്റ് ടു വെൽത്ത്, സമ്പത്തിനോട് നമ്മൾ പുലർത്തുന്ന വല്ലാത്തൊരു അഭിനിവേശ ബന്ധം വിൽ പ്രിവെൻറ്റ് എൻട്രി ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അത് നമുക്ക് തടസ്സമായി മാറുമെന്ന്. അതുകൊണ്ട് സമ്പത്തുണ്ടാവുക അതിൽ തന്നെ പാപമല്ല, പക്ഷേ അതിനോട് കാണിക്കുന്ന അമിത മമത നമ്മളെ അപകടത്തിലേക്ക് തള്ളിവിടുമെന്ന് ഓർക്കണേ. ഇപ്പോൾ ഫ്രാൻസിസ് പറയുന്നൊരു കാര്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിഷയത്തെക്കുറിച്ച് പല ആവർത്തി, പ്രത്യേകിച്ച് പങ്കുവെക്കലിൻ്റെ ആത്മീയതയെക്കുറിച്ച് ഏറെ സംസാരിച്ചിട്ടുള്ള മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മണി മസ്റ്റ് സെർവ് അസ് നോട്ട് റൂൾ അസ്. സമ്പത്ത് നമ്മെ ശുശ്രൂഷിക്കാനുള്ളതാണ്, സമ്പത്ത് നമ്മുടെ ഉപയോഗത്തിനുള്ളതാണ്, അല്ലാതെ നമ്മെ ഭരിക്കാനുള്ളതല്ല. മണി മസ്റ്റ് സെർവ് അസ്, മനുഷ്യൻ്റെ ശുശ്രൂഷയ്ക്കുള്ളതാണ് പണം, അല്ലാതെ മനുഷ്യനെ ഭരിക്കാനുള്ളതല്ല. മണി മസ്റ്റ് സെർവ് അസ് നോട്ട് റൂൾ അസ്. പ്രിയമുള്ളവരെ, ഈ 4 വായനകളിലൂടെ സമ്പത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ഡയമെൻഷൻ, അല്ലേ, തിയോളജി ഓഫ് വെൽത്ത്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എത്ര ഓർത്തു വെക്കുക. അവസാനം സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കാം. സാൽവേഷൻ എൻറ്റേഴ്സ് ഹോം വെയർ മണി ലൂസസ് ഇറ്റ്സ് ത്രോൺ. സാൽവേഷൻ എൻറ്റേഴ്സ് ഹോം വെയർ മണി ലൂസസ് ഇറ്റ്സ് ത്രോൺ. പണത്തിന് അതിൻ്റെ സിംഹാസനം നഷ്ടപ്പെടുന്ന ഇടത്താണ് രക്ഷ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. സാൽവേഷൻ എൻറ്റേഴ്സ് ഹോം വെയർ മണി ലൂസസ് ഇറ്റ്സ് ത്രോൺ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, സമ്പത്ത് നിൻ്റെ ദാനമാണെന്ന്, നിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് നിൻ്റെ മഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായി ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന സമ്പത്ത് എന്നും എക്കാലവും ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.